ഇന്ന് ഈസ്റ്റർ അല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഈസ്റ്റർ ആശംസകൾ. എൻ്റെ വീട്ടിൽ ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ഒരു ബിരിയാണി മസ്റ്റാണ്. അതും ചിക്കൻ ബിരിയാണിയോ അല്ലെ ബീഫ് ബിരിയാണിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കൻ ബിരിയാണിയാണ്. റെസിപ്പി കണ്ടാലോ? ബിരിയാണി പോട്ട് എടുത്ത് വെച്ചിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉള്ള നെയ്യ് ഒഴിക്കണം. എന്നിട്ട് കാഷ്യൂനട്ടും ഉണക്കമുന്തിരി സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. അതിനുശേഷം സവാള ഒരു 2-3 ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക, കരിഞ്ഞു പോകരുത്. ഒനിയൻ വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെ സവാള ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക, അപ്പോൾ പെട്ടെന്ന് വഴന്നു വരും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ട് ഈ സവാളയ്ക്കകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. പച്ചമണം മാറി വരുമ്പോഴത്തേക്കിന് തക്കാളിക്കയും കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കണം. തക്കാളിക്ക നന്നായിട്ട് വഴന്ന് ഒന്ന് ഉടഞ്ഞ് വരുന്ന പാകമാകുമ്പോഴത്തേക്കിന് ബിരിയാണി മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത് മാത്രമേ ഞാൻ ബിരിയാണിക്കകത്ത് ചേർക്കാറുള്ളൂ. ഇതും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. പിന്നെ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് ഇളക്കണം. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കണം കേട്ടോ. എന്നിട്ട് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് കഴുകി വാരി വെച്ച ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കണം. പിന്നെ അടുത്ത ലാസ്റ്റ് വറുത്ത് കോരി വെച്ച സവാള ഉണ്ടല്ലോ, അതൊന്നെങ്കിൽ പൊടിച്ച് ചേർക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് അല്ലാതെ ഇട്ടാൽ മതി. അതും ചേർത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് പിന്നെ ഒരു 2 സ്പൂൺ നെയ്യ് മസ്റ്റായിട്ട് ഒഴിക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് കൂട്ടി ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഒട്ടും വെള്ളം ചേർക്കരുത്, കാര്യം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേക്കിന് അതിൽ നിന്ന് കുറച്ച് ഗ്രേവി മാറ്റി വെച്ചേക്കണേ. ലാസ്റ്റ് ദം ഇടുമ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ റൈസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾ സ്പൈസസും നാരങ്ങാ നീരും ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ച ബസുമതി റൈസാണ് ഈ ചിക്കൻ ബിരിയാണിക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. ചിക്കൻ്റെ മുകളിലോട്ട് റൈസ് ഇട്ടിട്ട് മൊത്തം റൈസ് ഞാൻ ഇട്ടു. എന്നിട്ട് എടുത്തു വെച്ച് ഗ്രേവി ഉണ്ടല്ലോ അത് ഒഴിക്കുക. കളറിന് വേണ്ടിയിട്ട് പാലിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. അല്ലാതെ വേറെ കളറൊന്നും ഞാൻ ഇതിൽ ആഡ് ഓൺ ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് നെയ്യും കൂടെ മേളിൽ ഒഴിച്ചു. പിന്നെ മല്ലിയിലയും പുതിനയിലയും മസ്റ്റാണ്, അതും ഇട്ടു. അത് കഴിഞ്ഞിട്ട് വറുത്ത് കോരി വെച്ച സവാള, അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. പിന്നെ വറുത്ത് കോരി വെച്ച കാഷ്യൂനട്ടും പിന്നെ മുന്തിരിങ്ങയും കൂടെ ഇട്ട് അടച്ചു വെച്ചു. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബിരിയാണി ദം ഇടാനായിട്ട്, അത് മറക്കരുത് കേട്ടോ. ബിരിയാണിക്ക് ഞാൻ സൈഡായിട്ട് വെച്ചത് സലാഡും ലൈം പിക്കിളും പപ്പടവും ആയിരുന്നു. എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ.